ഹലോ ഗായ്സ്, എല്ലാവരും എന്തൊക്കെ പറയുന്നു? സുഖമാണോ? അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ പപ്പായുടെയും മമ്മ എന്ത് ഷേവ് ചെയ്തിട്ടില്ലേ? നരച്ചിരിക്കണം. മമ്മായുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. 36ാമത്തെ വെഡിങ് ആനിവേഴ്സറി. കറക്റ്റല്ലേ? 36 അപ്പോൾ ഇന്ന് അതിന്റെ സെലിബ്രേഷൻ ആണ്. ഇന്ന് അനീറ്റി വരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതാണ്. കുക്കിംഗ്, അതിന്റെ പരിപാടികളൊക്കെയാണ് ഗായ്സ്. റിയാമ രാവിലെ തന്നെ എന്താണ് പരിപാടി? ഗായ്സ്, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ ഏറ്റവും മൂത്ത കുട്ടി ഇവിടെ വഴക്കുണ്ടാക്കുന്നു. മൂത്ത കുട്ടിയെ നോക്കിയേ, പെണ്ണങ്ക കണ്ടിട്ടാ നീ? പെണ്ണങ്ങി ഇത് കൊഞ്ചി പോണത്. ഇവിടുത്തെ ഏറ്റവും മൂത്ത കുട്ടി പിണങ്ങിയിരിക്കുന്നു. ഹായ് സമി മാത്യു. ഇന്നലെ വന്നിരുന്നു. ഇന്നലെ വന്ന് ഞങ്ങൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ മെയിൻ ആള് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ഫുഡിന്റെ മെനു ഒന്ന് പറയുമോ? ഷെഫിന്ന് ഫുഡ് ചോക്ലേറ്റ് പെണ്ണാണോ ഫുഡ് കഴിക്കണേ? ഇന്നത്തെ ഫുഡിന്റെ മെനു എന്താണ്? മകള് വരുന്നതുകൊണ്ട് ഇന്ന് ഡാഡിക്കുൾ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് രാവിലെ തന്നെ പാസ്ത കൊണ്ടുള്ള ഉപ്പുമാവ്. ഗൈസ് ലുക്ക്, പാസ്ത കൊണ്ടുള്ള ഉപ്പുമാവ്. ഫുള്ള് വെറൈറ്റി ഐറ്റംസ് ആണ് നമുക്ക് കിട്ടുന്നത്. പപ്പടം കാച്ചാൻ വേണ്ടി നമ്മുടെ മെയിൻ ഷെഫിനെ അസിസ്റ്റ് ചെയ്യാൻ എലി ഷെഫ് വെയിറ്റ് ചെയ്യുന്നു. എലി നോക്കൂ. ഹലോ ഗൈസ് പറയൂ. രാവിലെ എല്ലാരും ഉപ്പുമാവ് കഴിക്കണം. നൂഡിൽസ് ഉപ്പുമാവ്. ഷേവ് ചെയ്യാൻ തന്നെ മരുമോനെന്ന് വരും. മരുമോൻ വരുന്ന അപ്പൊ ഷേവ് ചെയ്യും. ടെൻഷനാ. മരുമോന് വേണ്ടി മെനു ഉണ്ടോ? ഇന്ന് മരുമോന് വേണ്ടിയുള്ള മെനു കട്ട്ലേറ്റ് ഫ്രൈ. മേമനെ നോക്കിയിരിക്കുവാണോ? മേമ വരുന്നത് നോക്കിയിരിക്കുകയാണോ? ഡോറിന്റെ വാതക്കൽ രണ്ടെണ്ണം കൂടെ. മേമ വരട്ടെ. ആ മേമയും പിന്നെ ആരാ വന്നെ? മേമനോ? മേമയുടെ ബേബിയും. ഓക്കെ. എന്നിട്ട് ആരോട് ഇന്ന് കിടക്കുന്നത്? ഇന്ന് മേമയുടെ കൂടെയാണ് കിടക്കുന്നത്? അപ്പാമ്മയുടെ കൂടെ കിടക്കണേ? മേമയുടെ കൂടെയാണോ കിടക്കണത്? മേമനും വന്നിരിക്കുന്നു. മേമ ഗിഫ്റ്റ് ഒക്കെ മങ്കി ഷോൾഡർ. ഗൈസ്, ഞങ്ങൾ അവരൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പപ്പയ്ക്ക് കേക്ക് ഒക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പരിപാടി സ്റ്റാർട്ടാവും. വൈകുന്നേരം ഒരാളും കൂടെ വരാനുണ്ട്, ജെറിനും കൂടെ വരാനുണ്ട്. അത് കഴിഞ്ഞാൽ ശരിക്കും പാർട്ടി ആരംഭിക്കുകയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് പുറത്തിറങ്ങാൻ മടിയായതിനാൽ ഞങ്ങൾ രാവിലെ തന്നെ കടയിൽ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ആരംഭിക്കുകയാണ്. വെഡിങ് ആനിവേഴ്സറി പാർട്ടി സ്റ്റാർട്ടഡ്. മേം ചോറുണ്ടോ? മീൻകറി ഉണ്ടോ? മേമിനെ വേണ്ടി ഇവിടെ മാറ്റി വെച്ചേക്കുന്നത് മീൻകറി. ഞങ്ങൾ വെച്ചത് ഷോപ്പിങ്ങിന് വേണ്ടി പോയതായിരുന്നു. അളിയല്ലാണ്ട് അളിയ വിശേഷം സുഖമാണോ? കഴിഞ്ഞ കണ്ടോളൂ, എല്ലാ ആഴ്ചയും ഇവിടെ ഉണ്ടല്ലോ. അപ്പം അമ്മായിപ്പനുള്ള സ്നേഹം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പപ്പ ആൻഡ് മമ്മ. 36 വെഡിങ് ആനിവേഴ്സറി. മാം അതെ. ഓ സോമറ്റിക്ക് ഒന്നും കൊടുത്ത അല്ലെങ്കിൽ പറയും റിയാബിജിന് മാത്രം കൊടുത്തോളം പറയും. മക്കൾക്ക് കൊടുത്തല്ലോ, മരുമകൾക്ക് കൊടുത്താലും മതി. ഓ എന്തൊരു സ്നേഹം. ആൾക്കാരൊക്കെ ഇത് എന്ത് ഫാമിലിയാണല്ലേ? ആട്ടെ ഫാമിലി. ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒതുക്കി സെറ്റ് ആക്കുകയാണ്. നമ്മൾ റീലൊക്കെ എടുത്തോണ്ട് കേട്ടോ. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഷോർട്സിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. ഞങ്ങൾ റീലൊക്കെ എല്ലാവരും കണ്ട് സഹകരിക്കുക. ഇനി നമുക്കൊരു ഫാമിലി കൂടെ വരാനുണ്ട്. നമ്മുടെ ഒരു ഗസ്റ്റ് വരാനുണ്ട്. ഗസ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി പാർട്ടി ആരംഭിക്കുന്നതായിരിക്കും. ആണതെ എല്ലാവരും തിയേറ്ററിൽ സിനിമ കാണുക. ഉച്ചത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ സിനിമ കാണുന്നു. ഹായ് സോണി. ഹായ് ജെറിൻ എന്നെ നാട്ടിൽ നിന്ന് കാണാൻ വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക്. എനിക്കുള്ള ഗിഫ്റ്റ് തരൂ. എനിക്കുള്ള ഗിഫ്റ്റ് കൊണ്ടുവരൂ. എനിക്കുള്ള എമ്മച്ചെന്തി സോണി മാത്യു. ഹയാൽ ബേബി എന്നുണ്ട്. ഞങ്ങളുടെ ഹയാൽ ബേബി. ഹയാലേ എടി ഹയാലേ എടി ഹയാലേ. ഹയാൽ ബേബി എന്നു ഞങ്ങളുടെ ഹയാൽ ബേബി. നാട്ടിൽ പോയിട്ട് വന്ന എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സ്നേഹിതൻ എനിക്ക് കൊണ്ട് തന്ന ഗിഫ്റ്റുണ്ട്. ഈ സ്നേഹിതനാണ് ഈ ഗിഫ്റ്റ് കൊണ്ട് തന്നത്. പറഞ്ഞു തിരിഞ്ഞു പോയി. ഞങ്ങളിത്
ചിക്കൻ ഷവായി കട്ട്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ കരിഞ്ഞ് തന്നെ കരിഞ്ഞ് ടേസ്റ്റ് ആയിക്കോട്ടെ നോക്കണ്ട. ഈ കട്ട്ലേറ്റ് ഞങ്ങളുടെ ഡാഡിക്കുളാണ് കട്ട്ലേറ്റിന്റെ മെയിൻ. ബീഫ് കട്ട്ലേറ്റ് ആണ്, ബീഫ് കട്ട്ലേറ്റ്. പപ്പ നമുക്ക് വേണ്ടി നല്ല ഫ്രഷ് കട്ട്ലേറ്റ്, നല്ല ഒറിജിനൽ ഓതന്റിക് ബീഫ് കട്ട്ലേറ്റ്. എന്നല്ലേ റിയാജിനൊക്കെ ഭാഗ്യമുള്ള നല്ല ഫ്രഷ് ചൂട് കട്ട്ലേറ്റ് പപ്പ ഉണ്ടാക്കിയത്. ടേസ്റ്റിയാണ്, നല്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ സാധനം. ഓൾഡ് ഇന്ത്യൻ ബീഫ് ബേക്കറി കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റ്. ആ ഓൾഡ് ഇന്ത്യൻ ബീഫ് ബേക്കറി. അതെ, ഞങ്ങൾ പണ്ട് ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. നല്ല ഉരുളക്കിഴങ്ങൊക്കെ ഉരുളക്കിഴങ്ങ് കട കിട്ടാതെ ഉരുളക്കിഴങ്ങ്, മുഴുത്ത ഉരുളക്കിഴങ്ങ്. സൂപ്പറാ. ഇതെല്ലാം കട്ട്ലേറ്റ് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. കണ്ട ഓ അരെ വാ. വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിക്കാൻ പോവാ. ആ പിള്ളേരൊക്കെ എടുത്ത് പിടിക്ക്. അപ്പൊ ഞങ്ങള് വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിക്കൽ പരിപാടികൾ നടക്കുകയാണ്. ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. പാട്ട് പാട്. ഹാപ്പി ഹാപ്പി വെഡിങ് ഫോട്ടോ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ചെക്ക് പിടിച്ചോ? ആ കൊടുത്തോ. എലിമാർന്ന് കഴിക്കണല്ലേ കേക്ക്? എലിമാർന്ന് കൊടുക്ക്. സ്പൂൺ കൊടുക്ക്, നിങ്ങൾ കൊടുക്ക്. അതിമനോഹരമായ 36 വർഷം, അതിമനോഹരം 36 വർഷം നടന്നിരിക്കുന്ന ഞങ്ങളുടെ പപ്പായും അമ്മയും. തൊമ്മൻ അയാൻ മോന്റെ വാപ്പച്ചി. ഒരു സെറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഉറങ്ങാമായിരുന്നു. പനിമോൻ കൊടുക്കുന്നു. പപ്പടം മോൻ, പപ്പടം മോൻ. നാണ നാണ നാണ. ആ അപ്പൊ കഴിച്ച് ഞങ്ങൾ ഇവിടെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുകയാണ്. പുതിയ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് നമ്മൾ പറയാം. എവിടെ ഗസ്റ്റ്? ഒരു ഗസ്റ്റ് ഒന്നുമല്ല. പൂവൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. പൂവൻകോഴി പിടക്കോഴി. ചേട്ടാ ഇവിടെ പ്രായമുള്ളവർക്കൊക്കെ ഫുഡൊന്നും ഇല്ലേ? നമ്മുടെ ഷവായ് ചിക്കൻ ഈസ് റെഡി. ഷവായ് ചിക്കൻ എന്ന് ഞാൻ വിളിക്കുന്നു. പക്ഷെ ഷവായ് ആയിപ്പോയി. ഷവായ് ആയിപ്പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ എല്ലാവരും എഴുതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുന്നത്. എല്ലാം കഴി കഴിഞ്ഞു കേട്ടോ. ഇപ്പളാ വീഡിയോ എടുത്തായിരുന്നു. എല്ലാവരും ഇരുന്ന് കഴിയുക. എന്റെ പാവം എന്റെ ഭാര്യ എടുത്ത് അപ്പം ചുടണം. അപ്പം തീർന്ന്. വീഡിയോയില് വന്നപ്പോളെ ഉറക്കത്തെ എഴുതിട്ട് ആദ്യം അപ്പോ കറിയും കഴിച്ചു. പപ്പ എന്റെ ഉള്ളതുകൊണ്ട്
രാവിലെ പപ്പയുടെ ബീഫ് കറിയും അമ്മയുടെ അപ്പം ഉണ്ടായിരുന്നു. ഈ പിള്ളേരെല്ലാം വഴക്കാം. ഞങ്ങൾ നെക്സ്റ്റ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചത്തേക്കുള്ള മെനു ഇത് തന്നെ പുറത്തിറങ്ങാൻ പറ്റുന്നത്. നല്ല ചീഞ്ഞ മഴയും തണുപ്പായതുകൊണ്ട് ഇവിടെ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ്. എന്തറിയാം നമ്മൾ ഇന്നത്തെ ഉച്ചത്തെ മെനു? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ഇത് നമ്മുടെ മെയിൻ ഷെഫ് ബിരിയാണി സ്പെഷ്യലിസ്റ്റ് സ്വാമി മാത്യു ആണ് എന്ന് നയിക്കുന്നത്. ഇന്നത്തെ ബിരിയാണിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ചിക്കൻ ബിരിയാണി. എടി ഹയാല ഡാർലോടെ മോള്. ബിരിയാണിയുടെ പ്രിപ്പറേഷൻ എവിടെ വരെയായി? റൈസ് സെറ്റായിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. ഗൈസ് ഞങ്ങളുടെ ബിരിയാണി ദമ്മടിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് സ്വാമി മാത്ത ഉണ്ടാക്കിയ ബിരിയാണി ദമ്മിലേക്ക് നോക്കിയാണ്. മരുമോളുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയും അമ്മായപ്പൻ അതീവ കരുതലോടുകൂടി നോക്കി നിൽക്കുന്നു. ആർ യു എക്സൈറ്റഡ് ഡാഡി? ബിരിയാണി കഴിക്കാൻ എക്സൈറ്റഡ് ആണോ? അങ്ങനെ 2 ദിവസത്തെ പാർട്ടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഈക്ക പോവുകയാണ്, സ്വാമി മാത്യു ഇവരൊക്കെ പോവുകയാണ്. ലിയാവള് നാളെ പോളോ പോവാണേ. ബൈ. അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടിയുണ്ട്. അപ്പൊ പേടിച്ച് ഓടുവാന്ന് പറഞ്ഞേ. ബൈ ബൈ. അപ്പൊ എല്ലാവരും പോവാണ് ഗൈസ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ 2 ദിവസത്തെ വിശേഷങ്ങൾ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.